വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഹൈക്കോടതി ഉത്തരവിൽ ഭാഗിക സ്റ്റേ. കേരള സംസ്ഥാന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി സുപ്രധാന ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലെ നിർണായക ഭാഗം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ വഖഫ് ബോർഡിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റിയ വിവാദത്തിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ വഖഫ് ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ അവസാന ഭാഗമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇതോടെ ജോയിന്റ് സെക്രട്ടറി ഇനി അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കില്ല. പകരം വഖഫ് ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി മാത്രമേ തുടരുമെന്ന നിലപാടാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതേസമയം ബോർഡിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം സുപ്രീം കോടതി നേരിട്ട് ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ അത്തരമൊരു നിയന്ത്രണത്തെക്കുറിച്ച് കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും വിഷയം അടിയന്തരമായി ഹൈക്കോടതി വീണ്ടും പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിനു മുൻപ് വഖഫ് ബോർഡിന്റെ വാദവും വിശദമായി കേൾക്കണമെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. കൂടാതെ കേസ് എത്രയും വേഗം പരിഗണിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നും വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വിലക്ക് നീക്കണമെന്ന ആവശ്യത്തോടെയാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ച പ്രധാന വാദങ്ങൾ ഇവയൊക്കെയാണ്. ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ ഭാഗം കേട്ടിരുന്നില്ല. വഖഫ് നിയമനത്തിലെ 22-ാം വകുപ്പിന് വിരുദ്ധമായ രീതിയിലാണ് ഉത്തരവ് ഉണ്ടായതെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടി. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിച്ചിട്ടില്ലെന്ന് മാത്രം ചൂണ്ടിക്കാട്ടി ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. ചില ഒഴിവുകൾ നികത്താത്തത് കൊണ്ട് ബോർഡിന്റെ രൂപീകരണം അസാധുവാകില്ലെന്നും രൂപീകരണത്തിൽ സാങ്കേതിക പിഴവുകൾ ഉണ്ടായാലും ഭരണപ്രവർത്തനം തടസ്സപ്പെടുത്താൻ നിയമം അനുവദിക്കില്ലെന്നും വാദിച്ചു. വഖഫ് നിയമത്തിലെ 99-ാം വകുപ്പ് പ്രകാരം സാമ്പത്തിക ക്രമക്കേടുകൾ പോലുള്ള ഗുരുതര സാഹചര്യങ്ങൾ തെളിയുന്ന പക്ഷം മാത്രമേ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയൂ എന്നും അപ്പീലിൽ വിശദീകരിച്ചിരുന്നു. കൂടാതെ അസാധാരണ സാഹചര്യമുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഭാവിയിൽ ബോർഡിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നും വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതിയുടെ ഈ ഇടപെടലോടെ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് പോകും. വഖഫ് ബോർഡിന്റെ വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ. അതിനാൽ കേരളത്തിൽ വഖഫ് ബോർഡിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങളെയും ഭാവി നടപടികളെയും ഈ കേസിന്റെ അന്തിമ വിധി